ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, കുഞ്ഞുവിന് ഒരു ക്രീം മേടിക്കണം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നല്ലതായിട്ട് മഴ പെയ്തായിരുന്നു. അപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുന്നേ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞമ്മയെന്ന് പറയട്ടെ, ഈ കാണുന്ന കാഴ്ചകളില്ലേ, അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മെട്രോ വരുന്നുണ്ട്. നമ്മുടെ വീടിനടുത്തായിട്ടാണ് മെട്രോ വരുന്നത്. നല്ല കാര്യമല്ലായിരുന്നു. അപ്പോൾ മെട്രോയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. കൈസ്, അങ്ങനെ ഞങ്ങൾ എലങ്കയിലെത്തി. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ട്രാഫിക്കൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് ആശുപത്രിയിലാണ്. നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ കുഞ്ഞിന് ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം നമുക്ക് ആ ആശുപത്രിയിലെ ഫാർമസിയിൽ നമുക്ക് ആ ക്രീം കിട്ടത്തുള്ളൂ. വേറെ ഫാർമസിയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേസ്. അങ്ങനെ വണ്ടി ഓരോന്നായിട്ട് അങ്ങ് എടുത്തു തുടങ്ങി. കൂടെ ജഗളും ഉണ്ട്. ഇല്ലേച്ച ഓക്കെ. ഈ ഒരു വളവ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒരു വളവും കൂടെ ഉണ്ട്. കണ്ട, ബസ്സിന്റെ ബാക്കിൽ അങ്ങ് പോയാൽ മതി. കണ്ടാ, ഇവിടെ എല്ലാ സിഗ്നലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഫുള്ള് ട്രാഫിക് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പുറത്തൊക്കെ വണ്ടി കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മൾ ആശുപത്രി എത്താറായതാണ്ട് ഈ ഒരു വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ എത്തുന്നതായിരിക്കും. KK ആശുപത്രി എന്നാണ് ആശുപത്രിയുടെ പേര്. കണ്ട, ഇവിടെ ഒരു അമ്പലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്പലം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ KK ആശുപത്രി എത്തി. അപ്പോൾ നമ്മൾ ആശുപത്രി കാണിച്ചാൽ നമ്മൾ ആശുപത്രിക്കകത്തോട്ട് കയറുന്നൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് ഫാർമസിയിലോട്ടാണ്. ഇപ്പം നിങ്ങളൊരു കുരങ്ങനെ കണ്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുരങ്ങ്. ഞാൻ എപ്പോൾ ഈ ആശുപത്രിയിൽ വന്നാലും എനിക്ക് മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി വരുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുരങ്ങ് നല്ല രസമല്ലേ കാണാൻ. അതിന് ഞാൻ സെമിനാച്ചിനാണ് ക്രീം മേടിക്കുകയും പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ കുഞ്ഞുവിനെയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ച് തരുന്ന ലക്ഷ്യത്തോടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അരങ്ങോട്ടുമല്ല, പാർക്കിലോട്ടാണ്. ഇവിടെ നല്ലൊരു നൈസ് പാർക്കുണ്ടെന്ന് സെമിനാച്ചൻ പറയും. നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല. എവിടെ കൊണ്ടിടും? ഫ്രണ്ടിൽ വല്ലതും ഉണ്ടോ നോക്കെ വണ്ടി ഇടുന്നത്? ഇല്ല, വളമൊക്കെ ഇല്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഗ്രൗണ്ടിലോട്ട് പോവാണ്. അപ്പോൾ പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അകത്തെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു. ഞങ്ങളുടെ തൊട്ട് മുന്നിലൊക്കെ കുറേ പേരൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു കുറേ ഗ്രൗണ്ടിലൊക്കെ ഇതേപോലെ പോയിട്ടുണ്ട്, പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു പാർക്ക് അത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ നിന്നിട്ട് നല്ലതായിട്ട് വിറയ്ക്കുന്നു ഗൈസ്. ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരണ്ടേ, ഭയങ്കര തണുപ്പ്. ശരിക്കും എൻ്റെ മുടിയൊക്കെ കടന്ന് പറക്കുന്നേ. ഭയങ്കര തണുപ്പ്, കാറ്റും എല്ലാം കൂടി. എന്നാൽ ചൂട് സമയത്ത് ഇവിടെ വരണ്ടായിരുന്നില്ലേ? ചൂട് കാറ്റിച്ച വെള്ളമൊക്കെ തെറിക്കും. നൈസ് വ്യൂ അല്ലേ? ഞങ്ങളെപ്പോലുള്ളവർ ഇവിടുത്തെ സീൻ കാണാൻ വേണ്ടി, സീൻ മീൻസ് ഇവിടുത്തെ എന്താ പറയുക, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരുന്ന മറ്റു ചിലർ ഇവിടെ ഓടാനും ചാടാനുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ടാ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ, ഇതിനെന്താ പറയുക ഈ വെള്ളം തെറിക്കുന്ന സാധനത്തിന്? വാട്ടർ ഫൗണ്ടൻ. ഓക്കെ, ഫൗണ്ടൻ എന്നാ പറഞ്ഞേ. വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. നൈസൊരു സ്ഥലം കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതിലേക്കൂടെ കാണാൻ പറ്റത്തില്ല. നിൽക്കേ ഇത് കണ്ട നൈസല്ല. ഇത് പഠിച്ചത് എപ്പോഴായിരുന്നു ഇവിടെ? എത്ര വർഷമായി? സെമിനാഴ്ച ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാടൊക്കെ പിടിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് എന്നുവെച്ചാൽ കാലത്തിനനുസരിച്ചിട്ട് എന്താ പറയുക, എല്ലാത്തിലും മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം നല്ല നൈസ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രസമുണ്ട് കാണാൻ ഇവിടേക്ക്. സൂപ്പർ. ഇതാ അവിടെ പന.
പൊട്ടിച്ചോ? കയ്യൊക്കെ നോക്കേ തണുത്തിരിക്കുന്ന കണ്ണല്ല കയ്യൊക്കെ അതാണ് തുരുത്ത്. പണ്ടി തുരുത്തൊക്കെ ഉണ്ടായിരുന്നോ? താഴെ നോക്കേ, ഇതെന്തുവാ സ്റ്റേഡിയം പോലും ഉണ്ടില്ല. സ്റ്റേഡിയം വെച്ചത് നോക്കേ. അതെന്തോയിരിക്കും ആർക്കറിയാ. നോക്കേ ഇതിന്റെ അപ്പുറത്തെ എന്തോ എനിക്ക് തോന്നുന്നു കുളവാന്ന് തോന്നച്ചാ പണി. ഇതോ കൊള്ളാട്ടാ, പൊളിച്ച് സൂപ്പർ. ഇവിടെ സഹിക്കാൻ കാറ്റ് ഇവിടൊക്കെ വെള്ളത്തിന്റെ ഇവിടൊക്കെ ചേർക്കായിരുന്നു. നടക്കുന്നിടത്തൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇരുന്ന് ആൾക്കാർക്ക് അവിടുത്തെ ഭംഗി കാണാം. ഒരു ചേട്ടൻ കണ്ട ഓടിയിരുന്ന അതാണ് വണ്ണം കുറയ്ക്കും എന്ന് ദൃഢനിശ്ചയം എടുക്കുന്നവർ ഇതേപോലെ ഓടും. നമ്മളെപ്പോലെ മീൻസ് എനിക്ക് ആവശ്യത്തിന് വണ്ണമുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ കേസ് കോണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ കേട്ടാ. എനിക്ക് വിവരമുണ്ട്. ഇതാ ഇവിടെ നൈസായിട്ട് എന്തൊക്കെയോ അവര് എന്താ പറയാ ഉണ്ടാക്കി ഇങ്ങനെ നിർമ്മിതമായിട്ട്. ഇതെന്തുവാന്ന് സത്യം പറയും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതെന്തുമായിരിക്കും വെച്ചാ കല്യാണം വല്ല റിസപ്ഷനോ അങ്ങനെയൊക്കെ ഉള്ള ഇല്ലയോ പാർട്ടിയോ, റിസപ്ഷനോ വല്ല ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. നോക്കൂ കുറ്റിക്കാട് പോലെ ഇരിക്കുന്ന നമ്മുടെ മുള. ഇതിനകത്തൊക്കെ എന്തെങ്കിലും കയറി ഇന്ന് അറിയത്തില്ല ഇല്ല വെച്ചാ. ഇത് പൊന്നോ നോക്കിയേ നിങ്ങൾ, വല്ല ഭീകരജീവിയോ വല്ലതും കാണുന്നതിനകത്ത്. അപ്പം നമ്മുടെ ഈ ബാംഗ്ലൂർ യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളവർ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുന്നവർ ഇതേപോലെ ഈ ഒരു പാർക്കിൽ വരാൻ നോക്കുക. നല്ല നൈസ് പാർക്കാണ്. വേറെ പാർക്ക് പോലൊന്നും അല്ല. കുറേ പാർക്ക് നമ്മുടെ ഇവിടെ ഉണ്ട്, ബാംഗ്ലൂരിലുണ്ട്. എങ്കിലും ഇതൊരു അതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പാർക്കാണെന്ന് തന്നെ പറയാം. നല്ല രസമാണ് ഇവിടെ, നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇതേപോലെ എക്സസൈസൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. കണ്ടോ ബാക്കിൽ കുറേ ആൾക്കാരൊക്കെ തൂങ്ങി ചാടിയൊക്കെ നിൽക്കുന്നു. ഈ പാർക്കിൻ്റെ പേരെന്തോന്നും എനിക്കറിയത്തില്ല. ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഫുള്ള് കന്നഡയിലായിരുന്നു അവർ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ BBMP എന്ന് എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായത്. യലഹങ്കയിലുള്ള പാർക്ക് അത്രയും എന്താ പറയുക മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മഴയൊക്കെ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങ് വീട് പിടിക്കാന്ന് വിചാരിച്ചു. ട്രാഫിക് അച്ഛന് പ്രാന്തെടുത്തിരിക്കുന്നു വീട്ടില്. ഓരോട്ടാണെങ്കിൽ അമ്മയും ഞാനും സെവിനാച്ചനും ഇല്ല വെച്ചാ സിമിയും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ സൂയിൽ പോയായിരുന്നു. എൻ്റെ പൊന്നോ തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ എന്തൊരു ട്രാഫിക്കായിരുന്നു. ഓ അന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ട്രാഫിക് അറിയുന്നത് എൻ്റെ പൊന്നോ. ഈ ട്രാഫിക്കിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നതല്ല ഞാൻ. ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടോ. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാവേ. ഇപ്പം ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. നിൽക്കാമെന്ന് വെച്ചാൽ ചായ ഇടുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇഞ്ചി ചായയല്ല സാധാ ഒരു ചായ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ വരും. ഒരു മിനിറ്റ് അമ്മ കാര്യം പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവേ എടുക്കും. ഓക്കെ. അപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സെവിനാച്ചനാണെങ്കിൽ നല്ല ചൂട് പപ്സ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് മേടിക്കായിരുന്നു. നമ്മൾ അതേ വഴിയാണ് വരുന്നത്. നമ്മുടെ അടുത്തുള്ള കട തന്നെയാണ്. അപ്പോൾ എന്താ പറയുക വണ്ടി നമുക്ക് അവിടെ ഒന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടുന്നില്ല. എന്താ പപ്സാ?
അച്ഛാ അച്ഛാ നമ്മുടെ എന്നാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ നമ്മള് TV-യിൽ നമ്മൾ നോക്കുമല്ലോ, നമ്മളെല്ലാവരുടെയും എന്താ പറയുക, നമ്മളെപ്പോഴും നോക്കുമല്ലോ ഇതേപോലെ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും സീരീസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നു. അപ്പം ഇന്നാണെങ്കിൽ സെബിനാച്ച് ഒരു സീരീസ് കണ്ടുപിടിച്ചു. ഇന്നാണോ ഇന്നലെ ആണോ കണ്ടുപിടിച്ചേ? ഇന്നലെ കണ്ടുപിടിച്ചു. അതിന്റെ പേരെന്തുവാ? ദാ ദാ വെച്ചിട്ട് തുടങ്ങുന്ന എന്തുവായിരുന്നില്ല ചാ? ചുമ്മാതാ ഗൈസ്. ആ ഒരു ഹിന്ദി സീരീസ് ആയിരുന്നേ. ഞാനും കുറച്ച് കണ്ടായിരുന്നു. നല്ല സീരീസാണ്. അപ്പം ദാ വെച്ച് തുടങ്ങുന്ന എന്തോ ഒരു സീരീസാണ്. അപ്പം വീഡിയോ കാണുന്നത് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തൊരു തിന്നല് എപ്പോഴും തിന്നുന്നു. പക്ഷെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പപ്സ്. ഇത് പനീർ പപ്സാണ്. ഇതാണ്ടേ ഇരിക്കുന്നുണ്ട് പനീർ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചായയും പപ്സും ഒക്കെ കഴിച്ച് ഇതേപോലെ സീരീസൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ കുഞ്ഞാവാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുകയാണ്. ഞാൻ പപ്സ് വെച്ച പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവളവിടെ നിന്ന് കളിക്കുന്നു. സെവിനാച്ചൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നു, പപ്സ് കഴിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചില്ല, ഇനി കുടിക്കണം. പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7 മിനിറ്റ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണുന്നവരൊക്കെ ഇതേപോലെ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.